AK ശശീന്ദ്രൻ ഇപ്പോൾ NCP യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. PC ചാക്കോ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതിൽ ഇതാ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കൂടിയാലോചനയില്ലാത്ത തീരുമാനമെന്നാണ് മന്ത്രി പറയുന്നത്. യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന യോഗമാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ ബഹിഷ്കരിച്ചിരിക്കുന്നത്. VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? വിനീത, 4 പേർ AK ശശീന്ദ്രൻ ഉൾപ്പെടെ 4 പേരാണ് ഇപ്പോൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതിൽ വർക്കല രാജൻ മാസ്റ്ററും സുഭാഷ് പുഞ്ചക്കലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PC ചാക്കോക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മൾ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് PC ചാക്കോ ഒരു ദേശീയ നേതാവാണ്. ആ ദേശീയ നേതാവ് ദേശീയ തലത്തിൽ കൂടിയാലോചന നടത്താതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം യോഗത്തിൽ പറയുകയായിരുന്നു. അത് ഏകപക്ഷീയമായ അഭിപ്രായമാണ്. ആ അഭിപ്രായം അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഈ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കട്ടെ, ഞങ്ങളത് കേട്ടുകൊള്ളാം എന്ന മട്ടിൽ ഇറങ്ങുകയായിരുന്നു എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഇറങ്ങിപ്പോയിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എലത്തൂരിൽ AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് PC ചാക്കോ യോഗത്തിൽ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ NCPയുടെ ജില്ലാ ഘടകവും യൂത്ത് വിങ്ങും എല്ലാവരും മന്ത്രി AK ശശീന്ദ്രനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ, AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോഴിക്കോട് പ്രത്യേകമായി വിമത യോഗം ചേർന്ന് AK ശശീന്ദ്രന് പിന്തുണ അറിയിച്ചിരുന്നു. അതിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ PM സുരേഷ് ബാബു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം PC ചാക്കോക്കൊപ്പം നിൽക്കുന്ന നേതാവാണ്. PM സുരേഷ് ബാബു യോഗത്തിൽ തുടർന്നു. എന്നാൽ AK ശശീന്ദ്രനെ ശക്തമായി അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മന്ത്രി AK ശശീന്ദ്രനും ഇറങ്ങിപ്പോയി എന്ന കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ആ യോഗത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കട്ടെ, ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന മട്ടിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. അതായത് PC ചാക്കോയുടെ നിലപാടിനെതിരെ ആണ് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. PC ചാക്കോ പറഞ്ഞതും AK ശശീന്ദ്രൻ എലത്തൂരിൽ മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ NCPയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് പോലും ഇടയില്ലാത്ത വിധമാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ പ്രതിഷേധിച്ചിറങ്ങിപ്പോയിരിക്കുന്നത്, അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും AK ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കണമെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. എലത്തൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എലത്തൂരിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണം. ഇവിടെ പ്രാദേശികമായി പരിഗണിക്കപ്പെട്ടത്, പ്രാദേശികമായി ഉയർന്നു വന്ന പേര് NCPയുടെ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിൻ്റെതാണ്. അങ്ങനെ പ്രാദേശിക നേതാക്കൾ മത്സരിക്കേണ്ട മണ്ഡലമല്ല എലത്തൂര്. അവിടെ ഒരു സംസ്ഥാന നേതാവ് വേണം, അവിടെ വിജയ സാധ്യത വേണം എന്നുള്ളതൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ നടന്ന വിമത യോഗത്തിലും അദ്ദേഹത്തിനാണ് പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേർ, അവിടുത്തെ എലത്തൂരിലെ നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ, അതുപോലെ PM സുരേഷ് ബാബുവിനെ പോലെ ചുരുക്കം ചില സംസ്ഥാന നേതാക്കന്മാർ, അവരൊക്കെ അവിടെ യോഗം ചേർന്ന് AK ശശീന്ദ്രനെ പിന്തുണ അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ PC ചാക്കോ, NCPയുടെ ദേശീയ നേതാവായിട്ടുള്ള PC ചാക്കോ ഏകപക്ഷീയമായി യോഗത്തിൽ അഭിപ്രായം പറഞ്ഞു. AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടു. ഇതാണ് ശശീന്ദ്രനെ ചൊടിപ്പിച്ചത്. ആ യോഗത്തിൽ നിന്ന് ശശീന്ദ്രൻ ഉൾപ്പെടെ 4 പേര് ഇറങ്ങിപ്പോരുന്നു. ഇനിയിപ്പോൾ എന്താണ് AK ശശീന്ദ്രന്റെ നിലപാട് എന്നറിയേണ്ടതുണ്ട്. PC ചാക്കോ NCPയിലേക്ക് വന്നു കയറിയ നേതാവാണ്. കോൺഗ്രസിൽ നിന്ന് NCPയിലേക്ക് വന്നു കയറിയ നേതാവാണ്. സ്വാഭാവികമായിട്ടും NCPയിൽ AK ശശീന്ദ്രൻ ഒരു ഗ്രിപ്പുണ്ട്. തോമസ് കെ തോമസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയണം. അത്തരത്തിൽ പരമ്പരാഗതമായി NCPയിൽ നിൽക്കുന്ന നേതാക്കന്മാർ ആർക്കൊപ്പമാണ് എന്നറിയണം. ഇനിയിപ്പോൾ NCPയെ പിളർത്താൻ ഒരു ശക്തി, ഒരു കരുത്ത് AK ശശീന്ദ്രൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPMന്റെ നിലപാടാണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന് CPM തീരുമാനിച്ചാൽ, മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അത് NCPക്ക് തിരിച്ചടിയാവും. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് NCP സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതിനൊപ്പം CPM നിൽക്കുമെന്നാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി AK ശശീന്ദ്രന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ CPM അതിന് പിന്തുണ കൊടുക്കുമെന്ന് അറിയേണ്ടതുണ്ട്. പാർട്ടിയിൽ തന്നെ ഏതൊക്കെ ഘടകങ്ങൾ, ആരൊക്കെ AK ശശീന്ദ്രനൊപ്പം നിൽക്കും എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ഏതായാലും NCPയുടെ ഔദ്യോഗിക നേതൃത്വം AK ശശീന്ദ്രനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് 4 പ്രധാനപ്പെട്ട നേതാക്കളെയും കൂട്ടി ആ യോഗത്തിൽ നിന്ന് AK ശശീന്ദ്രൻ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. അതാണ് ഇനി എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾ കാണാനിരിക്കുന്നു എന്നതാണ്. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയാണ് ഇപ്പോൾ VS രഞ്ജിത്ത് പങ്കുവച്ചത്. NCP യോഗത്തിൽ നിന്ന് തീർത്തും അതൃപ്തനായിക്കൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്.
മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി അധ്യക്ഷൻ PC ചാക്കോ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നടപടി. സ്ഥാനാർത്ഥിത്വം നൽകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ പ്രമേയവും, അതായത് കോഴിക്കോട് ശശീന്ദ്രൻ മത്സരിക്കേണ്ട എന്ന തരത്തിലുള്ള പ്രമേയമൊക്കെ വരികയുണ്ടായി. തിരുവനന്തപുരത്ത് ഇപ്പോൾ യോഗം നടക്കുന്നതിനിടെ കൂടിയാലോചനകളില്ലാതെ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക്. 4 പ്രധാനപ്പെട്ട നേതാക്കളെയും തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെയും കൂട്ടിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന യോഗം തന്നെ മന്ത്രി ബഹിഷ്കരിച്ചിരിക്കുന്നത്. വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് NCP-യിൽ ഉണ്ടാകുന്നത്.